രാഷ്ട്രീയം മാറ്റി നിർത്തി ഇത്തവണ മലയാളികൾ യുഡിഎഫിന് വോട്ട് ചെയ്യണമെന്നാണ് എ.കെ. ആന്റണി ആവശ്യപ്പെട്ടത്. ഈ പ്രസ്താവനയോട് രാഷ്ട്രീയ കേരളം എങ്ങനെ പ്രതികരിക്കുന്നു? തിരുവനന്തപുരം പോത്തൻകോട്ടെ ബൂത്ത് കവലയിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ.കെ. ആന്റണി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇത്തവണ ബി.ജെ.പി. സർക്കാരിനെ മാറ്റി നിർത്തണമെന്നൊരു പൊതുവികാരത്തിൻ്റെ ഭാഗമായി എല്ലാവരും കേരളീയർ മുന്നണി ഭേദമില്ലാതെ യുഡിഎഫിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനതയും ഇന്ത്യൻ ജനതയും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രീ പോൾ അലയൻസ് കക്ഷിയായിരിക്കും പ്രസിഡന്റ് മന്ത്രിസഭ ഉണ്ടാക്കുവാൻ ക്ഷണിക്കുക. ആ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ എ.കെ. ആന്റണി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതായത് അവർ കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു. അതായത് അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം മാറ്റിവെച്ച് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അത്തരമൊരു പ്രസ്താവനയെ കേരളത്തിലെ ഇടതുപക്ഷം എങ്ങനെയായിരിക്കും കാണുക? ഇടതുപക്ഷം കാണുന്നത് പറഞ്ഞാലേ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള തരത്തിലാണ്. കാര്യം ഇപ്പോൾ തന്നെ പാർലമെൻറ്റിൽ 100ഓളം എം.പിമാർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നവരാണ് ബി.ജെ.പിയിലുള്ളത്. ബി.ജെ.പിയെ മാറ്റി നിർത്തുക എന്നൊരു അജണ്ടയിലേക്ക് കേരളത്തിലെ മുന്നണികൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ആ ഒരു സമീപനത്തോടെ എങ്ങനെയാണ് ബി.ജെ.പി നോക്കിക്കാണുന്നത്? കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ സഖ്യം രാഷ്ട്രീയ ധാരണയാണ് എ.കെ. ആന്റണിയുടെയും അതേപോലെ തന്നെ പ്രകാശ് കാരാട്ടിൻ്റെയും വാക്കുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനൊരു രാഷ്ട്രീയ സഖ്യം യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനൊരു സഖ്യം സാധ്യമാണോ? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം. അത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, ഈ രാജ്യത്ത് ഈ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയും. ഏത് കാര്യം നമ്മൾ പരിശോധിച്ചാലും കോൺഗ്രസും ബി.ജെ.പിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ ബി.ജെ.പി പ്രധാനമായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ ഒരു എൽ.ഡി.എഫ് യു.ഡി.എഫ് തമ്മിലുള്ള ഒത്തുകളി അങ്ങനൊരു LDF-ഉം UDF-ഉം തമ്മിൽ ഒത്തുകളി എന്ന് ആരോപിക്കുന്നത് അത് രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമാണ്. LDF-ഉം UDF-ഉം തമ്മിൽ യാതൊരു സഖ്യത്തിൻ്റെയും ആവശ്യമില്ല. CPM-ന്റെ ദേശീയ നേതൃത്വം ഇതുവരേക്കും രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയുകയോ വിമർശിക്കാനോ തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരിക്കലും ഞാൻ CPM-നെ വിമർശിക്കില്ല എന്നാണ്. ഇപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിൽ ധാരണയാണ് എന്നുള്ള കാര്യത്തിൽ ആ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരണമെന്നൊരു ആഹ്വാനം എ.കെ. ആന്റണി നടത്തുമ്പോൾ അതിനോട് രാഷ്ട്രീയ കേരളം എങ്ങനെ പ്രതികരിക്കുന്നുള്ളതാണ് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നാലും രാഷ്ട്രീയവും സാമൂഹികവും വികസനപരമായ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയായിരിക്കും തീർച്ചയായും മലയാളികൾ വോട്ട് ചെയ്യുക എന്നൊരു പൊതുവായ ഒരു ഇതാണ് ഇവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാരിലേക്കും എത്തിയത്. എന്തായാലും വോട്ട് കവല മറ്റൊരു വിഷയവുമായി ഇനി അടുത്ത ദിവസം കാണാം.